PSC നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു വൊക്കാബുലറി പ്രോബ്ലമാണ് സിനോണിംസ്. സിനോണിംസ് രണ്ട് രീതിക്ക് ചോദിക്കുന്നു, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. ഒന്ന്, ക്വസ്റ്റ്യനിൽ നിന്ന് അതിൻ്റെ ആൻസർ ഏതാണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. രണ്ടാമത്, ഒരു സെൻറ്റൻസിൽ അതിൻ്റെ വേർഡ് തന്നിട്ട് അതിൻ്റെ ഓപ്ഷനിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. നമുക്ക് ആ പ്രശ്നം നേരിടാനായിട്ട് നമുക്കിന്ന് കുറച്ച് സിനോണിംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് എബാൻഡൻ. എബാൻഡൻ മീൻസ് ലീവ്. ശ്രദ്ധിക്കുക, ഈ വേർഡ് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ഏത് പഠിച്ചാലും അത് കറക്റ്റായിട്ട് പറയണം എന്ന് നിർബന്ധമാണ്. അബണ്ടന്റ് എന്ന് പറയരുത്. അബണ്ടന്റ് നമ്മൾ ഇനി പഠിക്കും. ഇത് അബാൻഡൻ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ലീവ്, അതായത് ആബ്സെന്റ് എന്നർത്ഥം. നമ്മൾ ആ സ്ഥാനത്തില്ല. അബാൻഡൻ്റെ അർത്ഥം ലീവ്. നമ്മളൊരു ഓഫീസിൽ ലീവ് പിടിച്ച് പറയുന്നോ, നമ്മൾ ആ സ്ഥലത്ത് എംറ്റി ആണെങ്കിലോ നമ്മൾ ലീവ് എന്ന പദം ഉപയോഗിക്കുന്നു. ശൂന്യതയെ സൂചിപ്പിക്കാൻ നമ്മൾ ലീവ് എന്ന് പറയുന്നു, അതായത് നമ്മൾ അന്നേ ദിവസം അവിടെ ഇല്ല. PSC ടോക്സ് തുടങ്ങി വെറും 15 മാസം കൊണ്ട് തന്നെ 4.5 ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിച്ച് പഠിക്കുന്ന, അതുപോലെ കേരളത്തിലെ നമ്പർ 1 റാങ്ക് സൃഷ്ടാക്കളായ ആറ്റിങ്ങൽ കരിയർ ഗെയിംസ് ഉൾപ്പെടെ ഒട്ടനവധി PSC കോച്ചിങ് സെന്ററുകളും നന്നായി പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് PSC ടോക്സ് എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ശൂന്യതയോ ആബ്സെന്റോ നമുക്കവിടെ ഉപയോഗിക്കാവുന്നതാണ്. ആബ്സെന്റ് എന്ന പദത്തിനോ ശൂന്യത എന്ന പദത്തിനോ നമുക്ക് ലീവ് എന്ന് അബാൻഡൻ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് അവാരിക്കസ്. എന്താണ് അവാരിക്കസ്? ഗ്രീഡി. ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹി എന്നർത്ഥം. അവൻ അവാരിക്കസ് ആണെന്ന് പറഞ്ഞാൽ അവൻ ഗ്രീഡി ആണെന്നാണ് അർത്ഥം. അവാരിക്കസ് പറയുന്ന വേർഡ് മറക്കരുത്. അവാരിക്കസ്, ഗ്രീഡി, അതായത് അത്യാഗ്രഹി എന്നർത്ഥം. അത്യാഗ്രഹി എന്നർത്ഥം. ഈ വേർഡുകളുടെ കൂടുതൽ മലയാളം പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് സിനോണിംസ് വളരെയധികം ഉപയോഗപ്പെടും. ഇതിന് ഒറ്റ മീനിങ്ങേ വരുന്നുള്ളൂ. ഇഡിയംസ് ആൻഡ് ഫ്രേസസും ഫ്രേസൽ വെർബ്സും പോലെ പല മീനിങ്സ് വരുന്നില്ല. സിനോണിംസ് ഡയറക്റ്റ് മീനിങ്സ് ആണ്. രണ്ടോ ഒന്നിൽ കൂടുതലോ വേർഡ് വന്നാൽ പോലും നിങ്ങൾക്ക് ആ കറക്റ്റ് മീനിങ് കിട്ടും. അതിൻ്റെ മലയാളം പദം കൃത്യമായിട്ട് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി പഠിക്കുക.